വന്ന് പി സി ജോർജാണ് ദീപിക എന്ന് പറഞ്ഞ പത്രം തിരിച്ച് ഫാരിസ് അബൂബക്കറിൽ നിന്ന് തിരിച്ചു വാങ്ങി എന്നുള്ള ഒരു വിഷയമാണ് ദീപിക എന്ന നസ്രാണി ദീപിക. 1887 ഏപ്രിൽ 15-ാം തീയതി നിധീരിക മാണിക്കത്തനാര് തുടങ്ങിയതാണ് ദീപിക പത്രം. ചാവറ അച്ഛന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസിലാണ് ഈ നസ്രാണി ദീപിക എന്ന ഒരു പത്രം തുടങ്ങിയത്. ഫാരിസ് അബൂബക്കർ അന്ന് 1 കോടി രൂപ സക്കാത്തായിട്ട് ദീപികയ്ക്ക് കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമിയായിട്ടാണ് ഈ ഫാരിസ് അബൂബക്കർ വന്നതെന്നും അച്യുതാനന്ദനെതിരെ രാഷ്ട്രീയത്തില് ഈ ദീപിക പത്രത്തിനെ കരുവാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അറക്കപ്പിതാവിന്റെ ഈ പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ വളരെ സംശയാസ്പദമാണല്ലോ. ദീപിക ഫാരിസ് അബൂബക്കറിന്റെയും പിണറായി വിജയന്റെയും പിടിയിൽ ഒതുങ്ങി. അപ്പൊ ദിലീപിന്റെ അഭിപ്രായത്തിൽ അന്ന് ദീപിക ശരിക്കും പറഞ്ഞാൽ ദീപികയുടെ മാനേജ്മെന്റ് ദിലീപിനെ ചതിച്ചു എന്നുള്ളതാണ്. ഫാദർ റോബിൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മിസ്റ്റർ റോബിൻ എന്ന് പറഞ്ഞാൽ പോരെ? ഫാരിസ് അബൂബക്കർ പിതാക്കന്മാരോട് ഇനി സംസാരിക്കുകയാണ്. എൻ്റെ അറിവനുസരിച്ച് MOU 3 പ്രാവശ്യം MOU സൈൻ ചെയ്തു എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയാണ് എൻ്റെ അറിവ്. ഒരു വൈദികൻ വന്ന് നുണ പറയുകയും ആൽമേനി വന്ന് സത്യം പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈദികൻ പറഞ്ഞ നുണയെ വിശ്വസിക്കത്തുള്ളൂ. ഒരു ആൽമേനി സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ശരിക്കും അടിപടലം ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇതിന്റെ പടിയിറങ്ങിയത് എന്നുള്ളതാണ്. അച്ഛന്മാരുടെ ചായ കൂടിയും അല്ലെങ്കിൽ അവരുടെ ബില്ലുകൾ വരെയും കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു MDA ഇവിടെ വേണോ എന്നുള്ളൊരു ചിന്ത അച്ഛന്മാർക്കിടയിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി കള്ളനാണയങ്ങൾ ഇതിന്റെ പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു. AKG സെന്ററിൽ നിന്ന് എഡിറ്റോറിയൽ വരാൻ വേണ്ടി അവിടെ പത്രം പ്രസിൽ പോകാതെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിണറായി വിജയന്റെയും ഫാരിസ് അബൂബക്കറുടെയും കയ്യിൽ ഇത് ഒതുങ്ങിയിരുന്നു. പക്ഷേ ദീപികയുടെ അസറ്റുകളെല്ലാം കൊണ്ടുപോയത് എത്രമാത്രമെന്ന് ആർക്കും തന്നെ അറിഞ്ഞു. അത് എൻ്റെ അറിവനുസരിച്ച് ഫാരിസിന്റെ ബിനാമികളാണ് വാങ്ങിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രഞ്ജി പണിക്കരെയാണ് ഫാരിസിന്റെ പ്രതിനിധിയായിട്ട് എറണാകുളത്തേക്ക് വിട്ടിരിക്കുന്നത്. പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോട് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, driving license renewal, property tax payment, basic land tax payment, property fencing, property documents clearing, birth and death certificate registration, money transferring, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ ഡയറക്റ്റ് ഡയലോഗ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെയാണ് ഇപ്പോൾ ദീപിക പത്രവുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ ചില ഇന്റർവ്യൂകളും ആൾക്കാരുടെയൊക്കെ ഒരു പുതിയ വിഷയമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്രിസ്ത്യൻ സിറോ മലബാർ സമുദായത്തിനെ അപ്പസ്തോലന്മാരായിട്ട് ചിലർ പ്രത്യക്ഷപ്പെടുകയും ദീപിക പത്രത്തിൽ നടന്ന ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പി സി ജോർജിന്റെ പേരാണ് അതിന്റെ അകത്ത് വന്ന് പി സി ജോർജാണ് ദീപിക എന്ന് പറഞ്ഞ പത്രം തിരിച്ച് ഫാരിസ് അബൂബക്കറിൽ നിന്ന് തിരിച്ചു വാങ്ങി എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിന്റെ ഈയിടെയായിട്ട് കുറച്ച് ചർച്ച ചെയ്യുന്നത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയമാണ്. 1887 ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും നിധീരിക്കൽ മാണിക്കത്തനാരും കൂടി തുടങ്ങിയ ദീപിക എന്ന നസ്രാണി ദീപിക പത്രം നസ്രാണി ദീപികയുടെ ഈ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടായിട്ടുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചതി, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ്, പെണ്ണുകേസ്, ഇങ്ങനെ എല്ലാം കൂടെ കൂടുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഭാഗമായിട്ട് വരും. ദീപിക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഒരു രീതിയിലല്ലാത്ത രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഈ സഭയുടെ പത്രത്തിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ടൊന്ന് വിഷയം വരുമ്പോൾ ഈ ചർച്ചകളെല്ലാം വന്നെങ്കിലും ഈ ഫാരിസ് അബൂബക്കർ, അതായത് ഒരു കത്തോലിക്ക സഭയുടെ ഒരു മുഖപത്രത്തെ ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു വ്യവസായിയുടെ കൈകളിലേക്ക് എത്തപ്പെട്ട ചരിത്രവും അതിൽ നിന്ന് സഭ ആ പത്രത്തെ തിരിച്ചു വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരും ഈ ചർച്ചകളിലൊന്നും വന്നില്ല. അദ്ദേഹം ഒരു NRI ആണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിൽ ജോസഫ് കുഴാമ്പാല ആണ്. ദീപികയുടെ MD ആയിട്ട് 2007 തൊട്ട് 2008 വരെ ഏകദേശം 2 വർഷത്തോളം പ്രവർത്തിച്ച സുനിൽ ജോസഫ് കുഴാമ്പാലയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം.
എങ്ങനെയാണ് ഈ ദീപികയിലേക്ക് എത്തപ്പെടുന്നത്? ദീപികയുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാരിസ് അബൂബക്കറിന്റെ കയ്യിൽ നിന്നും ദീപിക പത്രം തിരിച്ചു വാങ്ങിയതും വാങ്ങി കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ട് എഴുതിയതിനു ശേഷം അങ്ങായിരുന്നു ദീപിക പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പൊ എങ്ങനെയാണ് ഈ ദീപിക പത്രത്തിലേക്ക് എത്തപ്പെടുന്നത്? ആമുഖമായിട്ട് ഒരു തിരുത്തുണ്ട്. പറഞ്ഞതിലൊരു തിരുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. 1887 ഏപ്രിൽ 15-ാം തീയതി നിധീരിക മാണിക്കത്തനാര് തുടങ്ങിയതാണ് ദീപിക പത്രം. ചാവറയച്ചൻ മരിച്ചതിന് ശേഷം, ഇന്ന് ചാവറ പിതാവാണ്, അത് സെയിൻ്റാണ്. ചാവറ പിതാവ് മരിച്ചതിന് ശേഷം 3 വർഷം കഴിഞ്ഞാണ് ഈ പത്രം തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാവറ അച്ഛൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്സിലാണ് ഈ നസ്രാണി ദീപിക എന്ന ഒരു പത്രം തുടങ്ങിയത്. ആ ഒരു മാഹാത്മ്യമാണ് ഉള്ളത്. അതായത് ചാവറയച്ചൻ തുടങ്ങിയതല്ല ഇത്. അത് കറക്ഷൻ അതാണ്. നിധിരിക്ക മാണിക്കത്തിനായി തുടങ്ങിയതാണ്. അത് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പാവപ്പെട്ട ആളുകളുടെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പ്രവർത്തിക്കാനും വേദന അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നതിനും പരാതികളുള്ള ആളുകൾക്ക് ആ പരാതികൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും വേണ്ടി സാധുക്കളുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രമായിട്ടാണ് ഇത് തുടങ്ങിയത്. അതാണ് അതിൻ്റെ ആശയം. പിന്നെ ഞാൻ ഇതിനകത്ത് ചെന്ന് ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ, 2006 ഞാൻ നാട്ടിൽ പോവുകയുണ്ടായി. എൻ്റെ അമ്മയുടെ മരണം സംബന്ധമായ കാര്യങ്ങൾക്ക് അമ്മച്ചി മരിച്ചപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. ആ സമയത്ത് ഞാൻ പോയ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് മാർ ഗിർഗിരി പിതാവ് ഉണ്ടായിരുന്നു ആ പ്ലെയിനിൽ. അദ്ദേഹം തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ വന്ന് കർമ്മങ്ങൾ നടത്തിക്കോളാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടുകൂടി വരുന്ന സന്തോഷമാണെന്ന് ഞാൻ പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡയസിസ് പാലാ ഡയസിസാണ്. പാലാ ഡയസിസിൽ നിന്ന് പള്ളിക്കാപ്പുറമ്പി പിതാവ് വന്ന് പള്ളിയിലെ കർമ്മങ്ങളും അതുപോലെ തന്നെ സെമിത്തേരിയിലെ കർമ്മങ്ങളും നടത്തിക്കൊള്ളാമെന്ന് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ വിവരം ഞാൻ കേട്ടപ്പോൾ അതിലും കൂടുതൽ സന്തോഷമായി. അങ്ങനെ പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും എല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോരാറായപ്പോൾ പിതാവിനെ ഒന്ന് കാണണമെങ്കിൽ അവിടെ എറണാകുളത്ത് സെനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെനഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നാലേ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ എന്നോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വരാൻ പറഞ്ഞു. വൈകുന്നേരം ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന സമയത്ത് സെനഡിൽ മറ്റുള്ള പിതാക്കന്മാരും മറ്റുള്ള ആളുകളും എല്ലാവരും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം ഇരുന്നു. ഓരോ സബ്ജക്റ്റുകൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ദീപികയുടെ പ്രശ്നത്തെ പറ്റി സംസാരിക്കാനിടയുണ്ടായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ യാത്ര ചെയ്യുന്നയാളാണ്. പിന്നെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള മലയാളികൾ എന്നോട് ഞങ്ങളതിന് സംസാരിക്കുന്ന സമയത്ത് ദീപികയുടെ എപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി, ശോചനീയമായ അവസ്ഥയെപ്പറ്റി സംസാരിക്കുകയും അവർക്കതിൽ അതൃപ്തിയും ഉണ്ട്. അത് ഞാനൊന്ന് പറയുകയാണ്. നിങ്ങൾക്ക് സഭയ്ക്ക് ദീപിക ഏറ്റെടുത്തുകൂടെ, ആ സഭ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോയിക്കൂടെ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറയുണ്ടായി. അപ്പോൾ ഫാരിസ് അബൂബക്കറുടെ കയ്യിൽ കൊടുത്തതിന് ഒത്തിരി അതൃപ്തിയുണ്ട് ജനങ്ങൾക്ക്. അതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഫാരിസ് അബൂബക്കർ ഈ പിക്ചറിലേക്ക് ദീപികയുടെ മാനേജ്മെന്റിലേക്ക് വരുന്നത് 2004 മാത്യു അറക്കൽ, അതായത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ചെയർമാനായിട്ട് വരികയും ആ ചെയർമാനായിട്ട് വരുന്ന സാഹചര്യത്തിൽ ദീപികയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ദീപിക ഒരു ഷെയർ ഹോൾഡർ, ദീപിക പത്രത്തിന്റെ, അതായത് വിശ്വാസികളുടെ കയ്യിൽ നിന്നും ചെറിയ തുകകൾ തൊട്ട് NRI ആൾക്കാരുടെ കയ്യിൽ നിന്നും എല്ലാം വലിയ രീതിയിലുള്ള പല കാലഘട്ടങ്ങളിലും ദീപികയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പല അവതാരങ്ങളും പിറവിയെടുക്കാറുണ്ട്. പലരും ഇതിനകത്തേക്ക് പൈസ ഇടാറുണ്ട്. ഈ കമ്പനി അങ്ങനെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ദീപിക പൊക്കൊണ്ടിരുന്നത്. അപ്പൊ 2004 അറക്കൽ പിതാവ് ഇതിന്റെ ചെയർമാനായിട്ട് വരുമ്പോൾ അറക്കൽ പിതാവിന്റെ കൂടെ വരുന്നയാളാണ് ഫാരിസ് അബൂബക്കർ. ഫാരിസ് അബൂബക്കർ അന്ന് 1 കോടി രൂപ സക്കാത്തായിട്ട് ദീപികയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സുകാരനെ നടത്താനായിട്ട്, ഇപ്പം സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കത്തോലിക്ക സഭയ്ക്കകത്ത് ബിഷപ്പുമാരുടെ ഈ ചർച്ചകളൊക്കെ നടന്ന ഈ കഥകളൊക്കെ കാലാകാലങ്ങളായിട്ട് വരുന്നതാണ്. അപ്പം അതിന്റെ അകത്ത്
ഈ ഫാരിസ് അബൂബക്കർ വന്ന ദീപികയുടെ ഒരു കത്തോലിക്ക മുഖപത്രത്തിന്റെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ഈ മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ റോബിൽ വടക്കംചേരി, വളരെ ഇപ്പൊ പറയാം ഒരു പോക്സോ കേസിൽ അകത്ത് പോയ ഒരു വൈദികനാണ്. ഇപ്പൊ വൈദികനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമിയായിട്ടാണ് ഈ ഫാരിസ് അബൂബക്കർ വന്നതെന്നും അച്യുതാനന്ദനെതിരെ ഈ രാഷ്ട്രീയത്തിൽ ഈ ദീപിക പത്രത്തിനെ കരുവാക്കി എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലുള്ള വളരെ വിഷയം. അത് പിണറായിയും ഈ ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധം പല രീതിയിലും പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. 2004 ശേഷമാണ് താങ്കൾ ദീപികയിലായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിലെ ഈ വിഷയങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞതിൽ ഒന്ന് രണ്ട് സെൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അതായത് അന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഉടനെ എന്നോട് പറഞ്ഞ്, അതായത് ദീപികയുടെ സ്ഥിതി ഫാരിസ് അബൂബക്കർ നിയന്ത്രണത്തിലാണ്, അത് തിരിച്ചു കിട്ടാനായിട്ട് മാർഗം ഉണ്ടോ എന്നുള്ളത് അവർക്ക് വളരെ സംശയമായിരുന്നു. ആ രൂപത്തിലാണ് അത് എന്നോട് സംസാരിച്ചത്. ഞാനതിന് ചില ഉപാധികൾ പറഞ്ഞു, അത് ഞാൻ പിന്നീട് പറയാം. ഇമ്മീഡിയറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പിതാവ് എന്നെ വിളിച്ച് വിധേയത്തി പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിധേയത്തി പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ വിധേയത്തി പിതാവ് എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഉടനെ തന്നെ പിതാവ് ഗ്ലാസ് എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഗ്ലാസ്സിലടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചു വെച്ച് പിതാവ് പറഞ്ഞു, എൻ്റെ സുനിൽ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്, നമ്മളെ ദീപിക എടുക്കാനായിട്ട് രക്ഷിക്കും എന്നും പറഞ്ഞ് പിതാവ് ഒരു അനൗൺസ്മെന്റ് അങ്ങ് നടത്തി. അപ്പോൾ അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉള്ള ആ അനൗൺസ്മെന്റ് ആണ് എന്നെ അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചത്. അതിനുശേഷം ഞാൻ ഈ ഫാരിസ് അബൂബക്കറുടെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്ന് ഞങ്ങളിത് സംസാരിച്ചു. പിതാവും ഞങ്ങൾ സംസാരിച്ച് എന്നോട് പറഞ്ഞു, അറക്കപ്പിതാവിനെ ഇങ്ങോട്ട് വിളിക്കാം, ദീപികയുടെ MD വിളിക്കാം, ഇപ്പം ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്നോട് വിശദമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു സൊല്യൂഷൻ പറയാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഒത്തിരി ലേറ്റായി, 9:30 അത് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറയും. വീട്ടിലേക്ക് വരണ്ട, ഞാൻ തിരിച്ചിവിടെ അടുത്ത ദിവസം നാളെ വരാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്ന് ഇതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു. ഇത് 8 കോടി രൂപ മാക്സിമം കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് പൈസ വാങ്ങിക്കുമെങ്കിൽ ഇത് കൊടുത്ത് തിരിച്ചു വാങ്ങിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞിട്ട് ഞാൻ പോരുകയുണ്ടായത്. അതായത് കർണാടക മന്ത്രിയായിരുന്ന ടി ജോണിന്റെ മകൻ പോൾ ജോൺ ആയിരുന്നല്ലോ ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നത്. ജോസ് പട്ടാറ അതിന്റെ ഇതാണ് ടി ജോണിന്റെ മകൻ പോൾ ജോണാണ്. പോൾ ജോണ് അതിനകത്ത് ഏതാണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് 3 കോടി രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കോടി രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോൾ ജോൺ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പോൾ ജോണിന്റെ ബോർഡ് മെമ്പറായിട്ടാണ് ആദ്യം പട്ടാരെ അവിടെ കയറി ചെല്ലുന്നത്. അതിനുശേഷം പട്ടാരെ അവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വെക്കുന്നത്. ആ സമയത്താണ് പാരീസിനെയും കൊണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയും പിതാവിനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയും 1 കോടി രൂപ സക്കാത്ത് മേടിക്കുകയും പിന്നീട് 3 കോടിയും കൂടെ വാങ്ങിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ 4 കോടി രൂപ വാങ്ങിച്ചതിന് ശേഷമാണ് പറഞ്ഞത് ഈ പൈസ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ തിരിച്ചു കൊടുക്കാനായിട്ട് പാരീസ് ആവശ്യപ്പെട്ട സമയത്ത് പിതാവിൻ്റെ കാശില്ല. അത് മറ്റ് അരമനകളിൽ പറയുകയും മറ്റ് പിതാക്കന്മാരോട് സംസാരിക്കുകയും ചെയ്ത സമയത്ത് എൻ്റെ അറിവനുസരിച്ച് അറക്കപ്പിതാവിന് കിട്ടിയ നിർദ്ദേശം, അറക്കപ്പിതാവ് ചെയർമാനാണ്, പിന്നെ ഇപ്പോഴത്തെ മെത്രാനായിരിക്കുന്ന ആന്റണി കരിയൽ പിതാവ്, ഇപ്പോഴത്തെ പിതാവ്, അന്ന് CMIയുടെ പ്രതിനിധിയായിട്ട് ബോർഡ് മെമ്പറായിട്ടുണ്ട്, പട്ടാരയുണ്ട്, ബോർഡിൽ ഇവരെല്ലാവരും കൂടെ ഉണ്ട്. ആ ഒരു ബോർഡ് മീറ്റിംഗ് കോട്ടയത്ത് കൂടുന്നതിന് പകരം ഫാരിസിന്റെ പ്രഷർ കൊണ്ട് ചെന്നൈയിൽ ബോർഡ് മീറ്റിംഗ് കൂടേണ്ടി വന്നു. അങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് ചെന്നൈയിൽ കൂടിയപ്പോൾ ഈ ഫാരിസ് ഷെയർ ആവശ്യപ്പെടും, അല്ലെങ്കിൽ പണം ആവശ്യപ്പെടും എന്നുള്ളത് അറിയാമായിരുന്നു. ഇതിന്റെ അകത്ത് ഒരു കറക്ഷനോടെ ഇതിന്റെ അകത്തുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം ഫാരിസ് അബൂബക്കർ ഇതിന്റെ അകത്ത് വരുന്നത് അറക്കൽ പിതാവിന്റെ താല്പര്യം മൂലമാണ്. ഫാരിസ് അബൂബക്കർ 1 കോടി രൂപ ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ 13.5 കോടി രൂപയും കൂടെ പിന്നെ പലതവണയായിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് 3.5 കോടി രൂപ ഫാരിസ് അബൂബക്കറിന് തിരിച്ചു കൊടുത്തു എന്നിട്ടുള്ളതാണ് ആ സമയത്ത് വന്ന കണക്കുകളിൽ പറയുന്നത്. അപ്പൊ ഏകദേശം ഏതാണ്ട് 9.9 സംതിങ് ക്രോസ് ഫാരിസ് അബൂബക്കർ ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ ദീപിക പത്രത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന ശരിക്കും പറഞ്ഞാൽ ഈ അറക്കപ്പിതാവിന്റെ ഈ പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ വളരെ സംശയാസ്പദമാണല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള
ഈ പ്രവർത്തനങ്ങൾ. കാരണം ഈ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിന്റെ അകത്ത് വേറെ ഒരാൾ വരുമ്പോൾ ആ സമയത്ത് ഒത്തിരി PR വർക്കുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിശ്വാസികളും സഭകളിലും ഒക്കെ വലിയ ചർച്ചയായ വിഷയമാണ്. എന്താണ് ഈ അറക്കപ്പിതാവിന്റെ ഇതിന്റെ അകത്തെ റോള്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫാരിസ് അബൂബക്കറിനോട് 1 കോടി രൂപ സക്കാത്ത് വാങ്ങിച്ച് അതൊന്ന്, പിന്നീട് 3 കോടി കൂടെ വാങ്ങിച്ച് 4 കോടി രൂപ. ഈ 4 കോടി രൂപയാണ് ആദ്യം കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 3 കോടി രൂപ ഇവരുടെ ഷെയർ പോൾ ജോണിനുണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് 4 കോടി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കാശ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ദീപികയുടെ ബോർഡിലെടുക്കണം എന്നാവശ്യപ്പെട്ടു. ബോർഡായിട്ട് ഷെയർ കൊടുക്കരുതെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഷെയർ കൊടുക്കാതെ വന്നപ്പോൾ പാരീസ് പിടിമുറുക്കി ഷെയർ വേണം നിർബന്ധമായി. ബോർഡ് ചെന്നൈയിൽ വെച്ച് കൂടിയ ബോർഡിൽ പാരീസിന് ഷെയർ കൊടുക്കാനായിട്ട് ബോർഡ് തീരുമാനിക്കുന്നു. ആ ബോർഡ് തീരുമാനിച്ചപ്പോൾ പിതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കൊടുക്കരുതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ വന്ന് തിരിച്ചു പോരുന്ന സമയത്താണ് പാരീസ് അവിടുന്ന് തന്നെ പാരീസ് വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ആണ് പോരുന്നത്. അപ്പോൾ അറക്കപ്പിതാവ് ചെയർമാനും ഫാരിസ് അബൂബക്കർ വൈസ് ചെയർമാനുമായിട്ട് ബോർഡാണ്. ആ ബോർഡിൽ MD ആയിട്ടിരിക്കുന്ന ജോസ് പട്ടാരയാണ്. അങ്ങനെയാണ് പിന്നെ ദീപികയുടെ ഭരണം അവരാണ് കൊണ്ടുനടക്കുന്നത്. അറക്കപ്പിതാവ് ഒരിക്കൽ വള്ളോപ്പള്ളി പിതാവിൻ്റെ ശവസംസ്കാരത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയത്തും എറണാകുളത്തുമായിട്ട് ദീപികയുടെ കുറച്ച് ആളുകൾ ദീപിക ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തി. അതിനകത്ത് ചാക്കോച്ചൻ മലയിൽ ജോർജ് ജേക്കബ് മണ്ണംപ്ലാവിന്, ജോയി ആലുക്കാസ്, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ തിരിച്ചെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയും റോബിനച്ചനെ പിടിച്ചടിച്ച് പുറത്ത് ചാടിച്ച് എറണാകുളത്തുനിന്നും പിന്നെ കോട്ടയത്തു നിന്നും ആ രണ്ടും കൈക്കലാക്കിയിട്ട് ദീപിക അവരുടെ കയ്യിലായി എന്ന് പറഞ്ഞ് ഒരു പബ്ലിസിറ്റിയും കൊടുത്തു. അത് 2 മണിക്കൂർ നേരത്തെ നിന്നുള്ളൂ. ഉടനെ തന്നെ വള്ളോപ്പള്ളി പിതാവിൻ്റെ ശവസംസ്കാരത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന അറക്കപ്പിതാവിന് ചെയർമാന് ഈ ന്യൂസ് കിട്ടുകയും ചെയർമാൻ അപ്പോഴേ പിതാവ് അവിടുന്ന് ഫോണെടുത്ത് ഫാരിസിനെ വിളിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് എന്താണ് വേണ്ടതെന്ന് ചെക്ക് ചെയ്തിരോളാൻ പറഞ്ഞു. അപ്പോൾ ഫാരിസ് പിതാവിനോട് പറയുന്നു, അത് 3 മണിക്കൂറിനകം കാര്യങ്ങളെല്ലാം നേരെയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇവരെയൊക്കെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എല്ലാവരെയും പുറത്തിയാക്കി, ദീപി എന്ന മറ്റുള്ളവരെ എല്ലാം പുറത്തിയാക്കി അവരുടെ നിയന്ത്രണത്തിലായി. അതോടുകൂടി ദീപിക ഫാരിസ് അബൂബക്കറിന്റെയും പിണറായി വിജയന്റെയും പിടിയിൽ ഒതുങ്ങി. അതിൻ്റെ അകത്ത് ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ 51% ഷെയർ വന്നുപെട്ടു. 51% ദീപികയുടെ 50.88% ഷെയർ ആണ് ഫാരിസ് അബൂബക്കറിന്റെ കൺട്രോളിൽ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ദീപികയ്ക്ക് ഉള്ള ഇപ്പം കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ഉള്ള നെറ്റ്വർക്കും സംവിധാനങ്ങളും അനുസരിച്ച് ഏകദേശം 100 കോടിയോളം രൂപയുടെ അസറ്റ് ഉണ്ടെന്നാണ് അന്ന് പറയപ്പെടുന്നത്. 100 കോടിയോളം. ആ ഒരു സംവിധാനമാണ് ഈ ഫാരിസ് അബൂബക്കറിന്റെ 10 കോടി രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടിൽ ഈ പിതാവിന്റെ നേതൃത്വത്തിൽ, അറക്കപ്പിതാവിന്റെ നേതൃത്വത്തിൽ ഫാരിസ് അബൂബക്കറിന്റെ കയ്യിലേക്ക് എത്തപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അതാണ് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഈ അറക്കപ്പിതാവിന് ഇതിന്റെ അകത്ത് വളരെ നിഷ്കളങ്കമായ ഒരു പ്രവർത്തനം ആയിരുന്നോ ഉണ്ടായിരുന്നത്? അല്ല, അറക്കപ്പിതാവിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഷെയർ ഇഷ്യൂ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ബോർഡ് തീരുമാനിച്ചപ്പോൾ അറക്കപ്പിതാവിനൊന്നും ചെയ്യാൻ മേലാതെ വന്നു. അറക്കപ്പിതാവ് ഒറ്റപ്പെട്ടു. അങ്ങനെ ഷെയർ കിട്ടി. 4 കോടി രൂപയുടെ 4 കോടി 4, 3, 7 7 കോടി മൊത്തം 7 കോടി രൂപയുടെ ഷെയർ അയക്ക് കിട്ടി. 7 കോടി രൂപയുടെ ഷെയറാണ് കിട്ടിയത് ഫാരിസ് അബൂബക്കർക്ക്. 3 കോടി രൂപയുടെ ഷെയർ പോൾ ജോണിന്. ഈ രണ്ടും കൂടെ കൂടിയപ്പോൾ 54% ഷെയർ അവരുടെ കയ്യിലാണ്. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ നിയന്ത്രണം എല്ലാം അവരുടെ കയ്യിലാണ്. പിന്നെ അറക്കപ്പിതാവിൻ്റെ റോൾ എന്താണെന്നും അറക്കപ്പിതാവിനെ തെറ്റായിട്ട് ഇങ്ങനെ ആളുകൾ ചിത്രീകരിക്കുന്നതും അദ്ദേഹം ചെയർമാനായിരുന്നു കൊണ്ടാണെന്നാണ് എൻ്റെ അറിവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ടുപോയി. നിവൃത്തിയില്ല. ബോർഡ് തീരുമാനിച്ചാൽ ആ നടപടി ആ തീരുമാനം നടപ്പിലാക്കാനേ ചെയർമാൻ സാധിക്കുകയുള്ളൂ. അതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം വേണമെങ്കിൽ മറ്റുള്ളവർ കൂട്ടത്തിൽ വേണം. വീറ്റോ പവർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിതാവിന് അങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് എനിവേ പാരീസാണ് വെടിമുറിക്കുന്നത്. അങ്ങനെ ഈ 2 പേരും കൂടെ കൂടി ഏതാണ്ടൊരു 8 കോടി രൂപ, അതാണ് ഞാൻ പറഞ്ഞ ഒരു 8 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കണ്ടിട്ടുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരേണ്ടതാണ്. അതിനുവേണ്ടിയാണ് അന്ന് 2006 ഓഗസ്റ്റ് മാസത്തിൽ ഇത് ഞാൻ പറയുണ്ടായത്. അത് കഴിഞ്ഞിട്ട് എന്നോട് സഹായിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ തിരിച്ചു പോന്നു. സഹായിക്കാം, വല്ലവരും പൈസ തന്നെങ്കിൽ ഞാൻ സഹായിക്കാൻ, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോരുകയായിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം പല പ്രാവശ്യം ഗൃഹപിതാവ് എന്നെ വിളിക്കുകയും പിന്നെ അതിനകത്ത് നാട്ടിൽ പോകേണ്ട ഇട വന്നു. പിതാക്കന്മാരുമായിട്ട് എറണാകുളത്ത് വെച്ച് മീറ്റിംഗ് നടത്തുകയും 10-14 പിതാക്കന്മാരുമായിട്ട് മീറ്റിംഗ് നടത്തിയൊക്കെ അതിൽ എല്ലാം ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് എൻ്റെ പ്ലാനുകളൊക്കെ ഞാൻ പറയണ്ടായി. ദീപി ഏറ്റെടുക്കാൻ സാധിക്കും, പക്ഷേ പൈസ കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റും. പൈസ നിങ്ങളും കുറച്ച് ഉണ്ടാക്കുക, ഞാനും ഒരു കുറേ പൈസ ഉണ്ടാക്കാം, 4-5 കോടി രൂപ 4-5 കോടി രൂപയോളം ഞാൻ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാക്കി പൈസ അവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലേക്കാണ് പിന്നെ പോകുന്നത്. 2006 തൃശ്ശൂരത്തെ ഒരു പ്രോപ്പർട്ടി ദിലീപിനെ വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ദിലീപുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലീപിന്റെ അഭിപ്രായത്തിൽ അന്ന് ദീപിക ശരിക്കും പറഞ്ഞാൽ ദീപികയുടെ മാനേജ്മെന്റ് ദിലീപിനെ ചതിച്ചു എന്നുള്ളതാണ് ദിലീപിന്റെ അഭിപ്രായം. 2006 ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂരിലെ ഒരു പ്രോപ്പർട്ടി, അത് വലിയ വിലയ്ക്കുള്ള 10-12 കോടി രൂപ വില വരുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് അന്നത്തെ സമയത്ത് പറയപ്പെടുന്നു. ദിലീപ് കൊടുത്ത അഡ്വാൻസ് എത്രയാണെന്നും അന്ന് ദിലീപ് അത് എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല. ആ വിഷയം ഫാരീസ് അബൂബക്കറിന്റെ ഈ കസ്റ്റഡിയിൽ ദീപിക പത്രം മുഴുവനായി എത്തിച്ചേർന്നതിന് ശേഷം നടന്ന കച്ചവടമായിരുന്നു അത്. ദീപികയുടെ കുറെ അസറ്റുകൾ ഉണ്ടായിരുന്നു. അസറ്റ് ഒന്ന്, എറണാകുളത്തുണ്ടായിരുന്ന റിനൈസൻസ് ഹോട്ടലിന്റെ അടുത്തുണ്ടായിരുന്ന ദീപികയുടെ വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. ജീവൻ TV ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വലിയൊരു കെട്ടിടം. അത് ഫാരിസ് അബൂബക്കറും ജോസ് പട്ടാരയും കൂടി വിറ്റു. അതുപോലെ തന്നെ അവിടെ എറണാകുളത്ത് തന്നെ അതിൻ്റെ അടുത്തെങ്ങാണ്ട് ഒരു 2 ഏക്കർ സ്ഥലവും ദീപികയുടെ ഒരു വലിയ പ്രസ്സും ഉണ്ടായിരുന്നു. അതും വിറ്റു. അത് രണ്ടും പ്രസ്സും വിറ്റു, ആ 2 ഏക്കർ സ്ഥലവും വിറ്റു, കാശ് മേടിച്ചു. ഇവരാ പൈസ മുഴുവനും ദീപിയെ ചിലവാക്കി എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വിശ്വസനീയമല്ല. പക്ഷെ ഞാനതിനെപ്പറ്റി ഒന്നും പറയാൻ ആളുമല്ല. ഐ നോട്ട് ഗോട്ട് ടു ബി എ ജഡ്ജ്. അപ്പം അതുപോലെ തന്നെ ദീപിയെ വെച്ച് അവർ എടുക്കാവുന്നിടത്തോളം മുതലുകൾ മുഴുവൻ എടുക്കുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇവർ ദീപികയ്ക്ക് കടം വരുത്തിക്കൊണ്ടിരുന്നത്. ഫാരിസ് അബൂബക്കർ തൃശ്ശൂരുള്ള ആ സ്ഥലം വിൽക്കാനായിട്ട് സിനിമാ നടന് ദിലീപിന് കൊടുക്കാനായിട്ട് അവരെന്തോ എഗ്രിമെന്റ് എഴുതിയിട്ട് 25 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വാങ്ങിച്ച കാശ് ഞാൻ ദീപിക തിരിച്ചെടുക്കുന്ന 2007 ഡിസംബർ 31 ആ പൈസയും കൂടെ കൊടുത്താണ് ഞാൻ ഫാരിസിന് കൊടുത്തുകൊണ്ടാണ്, ഫാരിസ് വെറുതെ എസ്ക്രോയിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ആ ദീപിക ഏറ്റെടുക്കുന്നത്. പിന്നെ ഫാരിസ് അബൂബക്കർ ഇതിനകത്ത് ദീപിക തരാനായിട്ട് അവർക്ക് മനസ്സില്ലായിരുന്നു, അത് കിട്ടുകയില്ലായിരുന്നു. 1989 രാഷ്ട്രദീപിക, അതായത് ദീപികയെ സ്പ്ലിറ്റ് ചെയ്ത് രാഷ്ട്രദീപിക ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത് 1989. ആ രാഷ്ട്രദീപിക കമ്പനി ഉണ്ടാക്കിയതിനു ശേഷം രാഷ്ട്രദീപിക അതുപോലെ കർഷകൻ കുറേയധികം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രസിദ്ധീകരണങ്ങളെ ഡിവൈഡ് ചെയ്ത് ദീപിക പത്രവും മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഈ രാഷ്ട്രദീപികയുടെ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിലേക്ക് ഇതിന്റെ സ്വത്തുക്കളും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും മുഴുവൻ മാറ്റിയാണ് ഫാരിസ് അബൂബക്കറിന്റെ കൺട്രോളിലേക്ക് ഈ പത്രം വരുന്നത്. അവിടം തൊട്ടിട്ട് വരുമ്പോൾ ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് VS അച്യുതാനന്ദനെ തേജോവധം ചെയ്യത്തക്ക രീതിയിൽ ദീപികയിൽ അനവധി ന്യൂസുകൾ വരുന്നത്. അവിടെയാണ് പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഈ പത്രവുമായിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ ഈ PC ജോർജിന് ഈ ദീപിക പത്രവുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണ്? PC ജോർജിന് ഈ ദീപിക പത്രവുമായിട്ട് ബന്ധം എന്താണെന്നുള്ളതിനെ പറ്റി ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ആരും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ അടുത്തോ വന്നതായിട്ട് എനിക്കറിവില്ല. അതായത് PC ജോർജ് ആ സമയത്ത് അറക്കപ്പിതാവിനെ പരസ്യമായിട്ട് ഏതോ ഒരു ചാനലിൽ വെച്ചാണോ പ്രസ് കോൺഫറൻസിലാണോ ആക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചതായിട്ട് കേൾക്കുകയും പിതാക്കന്മാരുടെ ഒരു അതൃപ്തി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദീപികയായിട്ട് അദ്ദേഹത്തിന് പരസ്യമായിട്ട് വരാനായിട്ടുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇനാഗുറേഷന് അവിടുന്ന് ദീപിയെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച സമയത്ത് എനിക്കറിവ് കിട്ടി, PC ജോർജിനെ വിളിക്കണ്ട എന്ന് എനിക്കറിവ് കിട്ടിയായിരുന്നു. അതായത് പിതാക്കന്മാരുടെ അതൃപ്തിക്ക് പാത്രീഭൂതനായിരിക്കുന്ന അദ്ദേഹത്തെ വിളിച്ച് ദീപികയുടെ ഇനാഗുറേഷന് തിരിച്ചെടുത്തതിൻ്റെ ഇനാഗുറേഷന് വിളിക്കണ്ട എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് വരണ്ടെന്ന് പറയുക ചെയ്തത്. അതായത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല അതിലൊന്നും. പിന്നെ ദീപിക ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ദീപികയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നോ മിസ്റ്റർ PC ജോർജ് അവകാശപ്പെടുന്നതിൻ്റെ പിതൃത്വം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. PC ജോർജിന് അപ്പൊ ഈ ദീപികയുടെ ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ പല അവകാശവാദങ്ങൾ പോലെ തന്നെ ഒരു
വെറും ഒരു അവകാശവാദമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഈ 2007 ഈ ഫാരിസ് അബൂബക്കറിന്റെ 9 കോടി രൂപ, പിന്നെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് മെമ്പേഴ്സിന്റെ ആയിട്ടുണ്ടായിരുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു 8 കോടി രൂപ സംതിങ്, പ്ലസ് ഇതിന്റെ കടം ലയബിലിറ്റി, അതായത് ന്യൂസ് പ്രിന്റ് ഒക്കെ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൂടെ കൂടി ഒരു 30 കോടിക്ക് അടുത്ത് 29 കോടി സംതിങ്, 30 കോടി രൂപയുടെ ഒരു ഇതിലാണ് നിങ്ങൾ ഇതിന്റെ MD ആയിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പം അതിൽ അത്രയും പൈസ ഇത് റേസ് ചെയ്ത് ഇത് ഇപ്പം ഈ ഫാരിസ് അബൂബക്കറിന്റെ മുഴുവൻ തുകയും കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ഏകദേശം 10-60 കോടി രൂപയ്ക്കുള്ള ഒരു അസറ്റാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്തത്? ഞാൻ ഇവിടുന്ന് പറഞ്ഞല്ലോ, 2006 തുടങ്ങി 2007 ആയപ്പോഴത്തേനും ഞാൻ ഇതിനകത്ത് പല കാര്യങ്ങളും കണ്ടിരുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന ആളെ എനിക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അച്ഛനെ വല്ലവരും എനിക്ക് കിട്ടണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അച്ഛനാണെങ്കിൽ അതാണ് നല്ലത്. സഭയിലുള്ള ആളാണല്ലോ, അപ്പോൾ സഭയ്ക്കൊരു നിയന്ത്രണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വൈദികനെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോഴെന്നോട് പറഞ്ഞു, ഇത് കോട്ടയത്ത് ഉള്ള പ്രൊവിൻഷ്യലാണ്, DCMയുടെ പ്രൊവിൻഷ്യലാണ് ജെയിംസ് എർത്തേൽ, ഫാദർ ജെയിംസ് എർത്തേൽ അച്ഛന് കുഴപ്പമില്ല, അദ്ദേഹത്തെ ഉപയോഗിക്കാം. ഞാൻ ചോദിച്ചു, വിശ്വസിക്കാവോ? വിശ്വസിക്കാം എന്ന് പറയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് സജസ്റ്റ് ചെയ്തു. ഞാൻ എന്നെ വിധേയത്തെ പിതാവിനോട് പിതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം ഈ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. അതാണ് എനിക്ക് വിശ്വാസം. അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓരോരോ ന്യൂസുകൾ ഫ്ലാഷ് ചെയ്യും, അപ്പോൾ സംശയങ്ങൾക്ക് കാരണമാകും. അത് വേണ്ട. ഇത് പിതാവിൻ്റെ അധ്യക്ഷതയിൽ നെഗോസിയേഷൻസ് നടക്കണം. അതാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്ക് ആരോഗ്യപരമായ കാരണം കൊണ്ട് അത് അത്ര ഡീപ്പായിട്ടുള്ള ഒരു ചർച്ചകളിൽ പങ്കെടുക്കാനും പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും വരേണ്ടി നോക്കി വരുമല്ലോ, അതുകൊണ്ട് എനിക്കത് അസൗകര്യമാണ്. എനിക്ക് വിശ്വസ്തനായ ഒരാളിനെ തരാം എന്ന് പറഞ്ഞു. ഒന്ന് പൗത്യ പിതാവ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് ക്ലിമിസ് പിതാവ്. ഈ 2 പേരെ പിതാവിന് വളരെ വിശ്വാസമാണ്. അവർ വളരെ മുഴുവൻ പിതാവിന് വളരെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ പൗത്യ പിതാവിനോട് പറഞ്ഞത്, എനിക്ക് ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ എനിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് ക്ലിമിസ് പിതാവിനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലിമിസ് പിതാവിനെ അടുത്താണ് ഞാനും എർത്തേലച്ചനുമായിട്ട് ചെല്ലുകയും ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ആദ്യം 1ാമത്തെ പ്രാവശ്യം സംസാരിച്ചു, അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അതിനുശേഷം 2ാം പ്രാവശ്യം അവിടെ ചെന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ സമയത്താണ് ദീപികയുടെ പ്രതിനിധിയായിട്ട് ഫാദർ റോബിൻ അവിടെ വരികയുണ്ടായി. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ച്. ഫാദർ റോബിൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മിസ്റ്റർ റോബിൻ എന്ന് പറഞ്ഞാൽ പോരെ? അന്ന് ഫാദർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഫാദർ റോബിൻ വടക്കഞ്ചേരി എന്ന് പറയുന്നത്. അദ്ദേഹം പാരീസിന്റെ MD ആയിട്ട് എറണാകുളത്ത് ഓഫീസിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കൂടി വന്നു. അപ്പോൾ ചർച്ചകൾ നടത്തി. അപ്പോൾ പാരീസിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ രണ്ടാമത്തെ പ്രാവശ്യം ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അമേരിക്കയിൽ വന്നു. 3ാം പ്രാവശ്യം പിന്നെ ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞ് എന്നോട് വിളിച്ചു. ഞാൻ പിന്നെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ക്ലിമീസ് പിതാവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനായിട്ട് ഞങ്ങൾ എർത്തേലച്ചനും ഞാനും ചെന്നു. റോബിനച്ചൻ അവിടെ വന്നു. അദ്ദേഹം വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഫാരിസ് അബൂബക്കർ പിതാക്കന്മാരോട് ഇനി സംസാരിക്കുകയില്ല. 3 പ്രാവശ്യം നിങ്ങൾ MOU സൈൻ ചെയ്തതാണ്, അത് നിങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് ഇനി നിങ്ങളോട് സംസാരിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് ചെന്നൈക്ക് പോവുകയാണെങ്കിൽ ഈ കാര്യം നടത്തിക്കൊണ്ട് പോരാവുന്നു. ഞാൻ പറഞ്ഞു, സാറ് ചെന്നൈക്ക് പോയിട്ട് ഈ കാര്യം നടക്കില്ല. ഒന്നെങ്കിൽ പാരീസ് തിരുവനന്തപുരത്ത് ക്ലിമീസ് പിതാവിന്റെ സന്നിധാനത്തിൽ വരിക, അതല്ലെങ്കിൽ എറണാകുളം മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യത്തിലുള്ള ചർച്ചയിൽ വരിക. ഈ 2 സ്ഥലമേ എനിക്ക് പറയാനുള്ളൂ. അവിടെ വന്നാൽ ഞാൻ പാരീസുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാനില്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അതോടുകൂടി ക്ലിമീസ് പിതാവിൻ്റെ അടുത്തുള്ള ചർച്ച തീർന്നു. അതോടുകൂടി അവിടുന്ന് പോകുന്നു. പിന്നീട് ഞാൻ വന്ന ഈ വിവരങ്ങളെല്ലാം വിധേയത്യ പിതാവുമായിട്ട് സംസാരിച്ചു, ഗ്രിഗ പിതാവുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചക്കിത്ത് പിതാവിനോട് വിളിച്ച് റോബിനച്ചോട് സംസാരിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അതായത് ഒന്ന് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ പാരീസിന്റെ ഒരു ഫൈനൽ കാര്യമാണ് പറഞ്ഞത്. പൈസ ബാങ്കിലിട്ട് കാണിച്ചാൽ, പൈസ നിങ്ങൾ അയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് അയാൾ വരാം എന്ന് ഒരു മെസ്സേജ് കിട്ടി. ഞാൻ പറഞ്ഞു, പൈസ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ചർച്ച ചെയ്യുന്നതിനോട് ഈ ലോകത്തിൽ ആരും ചെയ്യുമെന്ന് ഞാൻ തോന്നുന്നില്ല.
ഞാനൊരു ബിസിനസ്സുകാരനാണ്, അയാൾ ഒരു ബിസിനസ്സുകാരനായിരിക്കുമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും പറയാതെ അയാളോട് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരാം. അതല്ലാതെ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോരുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അയാൾ അന്വേഷിച്ചു നോക്കി കഴിഞ്ഞിട്ട് പൈസ എൻ്റെ നാട്ടിൽ പൈസ കിടപ്പുണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് $1 മില്യൺ അവിടെ കിടപ്പുണ്ട് ബാങ്കിൽ. അപ്പോൾ അത് അയാൾ മനസ്സിലാക്കി. അതിനുശേഷം എന്നോട് ഇവിടെ വന്ന് അന്വേഷിച്ചെന്ന് അയാൾ ആരെൻ്റെ വിട്ട് അന്വേഷിപ്പിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് 20 കോടി രൂപ തന്നു കഴിഞ്ഞാൽ ദീപിക തരാമെന്ന് പറഞ്ഞു. ഞാനത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദീപിക 20 കോടി രൂപ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ ദീപികയിലേക്ക് വീണ്ടും മുടക്കിയെന്ന് പറയുന്നതോട് ഉൾപ്പെടെ 12 കോടി രൂപ മതിയാ, 12 കോടി രൂപ തന്നു കഴിഞ്ഞാൽ ദീപിക തിരിച്ചു കിട്ടണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കില്ല. അപ്പോൾ കുറേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ദീപിക പത്രം കുറച്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കോട്ടയത്തെ കെട്ടിടവും കൂടെ കൊടുത്തുകൊണ്ട്, പിതാക്കന്മാർക്ക് സഭയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയായിരുന്നു ഇവൻ. അദ്ദേഹം ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയതിനെ കൊണ്ട് ആ ഒരു രീതിയിലാണ് ഡീൽ ചെയ്യാൻ വന്നത്. ആ എഗ്രിമെന്റ് ബൈൻഡ് ചെയ്തായിരുന്നു. അത് ബൈൻഡിങ് അത് ഈ സഭയുടെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ബിഷപ്പുമാരോ അറക്കൽ പിതാവോ ആരെങ്കിലും സൈൻ ചെയ്തിരുന്നോ ആ ഒരു കോൺട്രാക്റ്റിൽ? എന്റെ അറിവനുസരിച്ച് MOU 3 പ്രാവശ്യം MOU സൈൻ ചെയ്തു എന്നാണ്, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ അറിവ്. അത് ശരിയോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ടില്ല ഞാൻ. രാഷ്ട്രദീപി ഉൾപ്പെടെ തിരുവനന്തപുരത്തെ ഓഫീസ്, കൊല്ലത്തെ ഓഫീസ്, എറണാകുളം ഓഫീസ്, തൃശ്ശൂര്, കണ്ണൂര് ഇതെല്ലാം എടുത്തുകൊണ്ട് കോട്ടയം മാത്രം നിലനിർത്തി ദീപിക പത്രവും ഒരു പ്രസിദ്ധീകരണവും കൂടി കൊടുത്തുകൊണ്ടാണുള്ള ഒരു MOU ആണ് അയാൾ ഫൈനലായിട്ട് ഒരു. എത്ര വലിയൊരു ചതിയാണ് അപ്പൊ അതിന്റെ അകത്ത് നടക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത പണവുമായിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് സഭയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ ഫാരിസ് അബൂബക്കറിന് തന്നെ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ MOU സൈൻ ചെയ്യാനോ പറ്റുമോ? അത് ഒരു സാധാരണ ഒരു കോമൺ സെൻസിൽ എങ്ങനെ നമുക്കതിനെ ആ രീതിയിൽ കണക്കാക്കാൻ പറ്റും? അതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ഓരോ ആളുകൾ വന്ന് അതും ഇതും പറയും, അതായത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടപടികളൊന്നും നടത്താനായിട്ട് അവർക്ക് കൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കാം. ഞാനതിന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വൈദികൻ വന്ന് നുണ പറയുകയും ആൾമേനി വന്ന് സത്യം പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈദികൻ പറഞ്ഞ നുണയെ വിശ്വസിക്കത്തുള്ളൂ, ഒരു ആൾമേനി സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ലേമനാണ്, ഞാനിതിൻ്റെ വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് ഞാൻ തിരുത്തി പറയാം. ദീപികയുടെ സകല പ്രസിദ്ധീകരണങ്ങളും, രാഷ്ട്രദീപിക ഉൾപ്പെടെ ദീപികയും ദീപികയുടെ സ്ഥാപനങ്ങളും ദീപികയുടെ കെട്ടിടവും ദീപികയുടെ ഓഫീസുകളും സകലതും കൂടെ കിട്ടാതെ പാരീസിനൊരു പൈസയും കൊടുക്കാൻ താല്പര്യമില്ല എനിക്ക്. പാരീസ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഇദ്ദേഹത്തിന് 12 കോടി രൂപയെ ചോദിക്കാൻ അവകാശമുള്ളൂ. നിയമപരമായിട്ടും എല്ലാം അങ്ങനെ സാധിക്കുകയുള്ളൂ. അത് പറ്റിക്കൊണ്ട് ഇത് സഭയുടെയാണ്, ഒരു സമൂഹത്തിൻ്റെയാണ്, കത്തോലിക്ക സഭയുടെയാണ്, അത് തിരിച്ചു തരാനുള്ള ബാധ്യത അയക്കുണ്ട് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. എത്ര രൂപയ്ക്കാണ് ആ സെറ്റിൽമെന്റ് നടക്കുന്നത്? ഫാരിസിനെ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മാറുന്നത് 2007 ഡിസംബർ മാസത്തിലാണ് ഫാരിസിന്റെ ഈ ഇടപാട് തീർത്ത്. എത്ര രൂപയ്ക്കാണ് ആ ഡീല് ക്ലോസ് ചെയ്യുന്നത്? അവസാനം അത് 12 എന്നുള്ളിടത്ത് 20 ചോദിച്ചെടുത്ത് 16 കോടിയിൽ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തത്. 16 കോടി എന്ന് പറയുമ്പോൾ 10 കോടി രൂപ ഷെയറും ബാക്കി അവിടെ ചെലവാക്കി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയാണ് 12 ആയത്. ബാക്കി 3-4 കോടി രൂപയുടെ VRS എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. VRS അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെട്രോ ഒരു പത്രം എറണാകുളത്ത് തുടങ്ങി. മെട്രോ എന്ന് പറഞ്ഞ പത്രം ഫാരിസ് അബൂബക്കറിന്റെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിയിൽ നിന്നൊരു മെട്രോ എന്നും പറഞ്ഞൊരു പത്രം, മെട്രോ ദീപികയാണോ ഒരു സംശയം, അങ്ങനെ ഒരു പത്രം അദ്ദേഹം അവിടെ തുടങ്ങി. അത് തുടങ്ങുന്നതിന് ദീപികയിലുണ്ടായിരുന്ന നല്ല നല്ല എഡിറ്റേഴ്സിന് മുഴുവൻ ദീപികയെന്ന് VRS കൊടുത്ത് 4-5 ലക്ഷം രൂപ വീതം കൊടുത്ത് അയാൾ കൊണ്ടുപോയത്. 10 പേര്. അല്ല, ദീപികയിൽ കൊടുക്കുന്ന സാലറിയുടെ 3 ഇരട്ടി സാലറിയാണ് മെട്രോയിൽ അന്ന് ഹയർ ചെയ്ത് ആൾക്കാർക്കെല്ലാം കൊടുത്തത്. 3 ഇരട്ടി നല്ല സാലറി ആയിരുന്നു, നല്ല പേ സ്കെയിൽ കൊടുക്കുന്ന കുഴപ്പമില്ല. ഓരോരുത്തർക്ക് 6 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, ഇങ്ങനെയുള്ള കണക്കുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ കണക്ക്, ഈ കൊടുത്ത കാശിന്റെ കണക്ക് ഇപ്പോഴും ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കൊടുത്താണ് 10 പേരെ ഈ
4 കോടി രൂപ അവർക്ക് കൊടുത്താണ് അദ്ദേഹം അവരെ കൊണ്ടുപോയത്. അത് ദീപികയുടെ കാശാണ്. ഞാൻ അതും കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണ് 16 കോടി രൂപ കൊടുക്കേണ്ടി വന്നത്. ഈ 16 കോടിയിൽ വിദേശത്തു നിന്നുള്ളത് ഞാനും ഫ്രാൻസിസ് ക്ലീറ്റസും ഇങ്ങനെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും കൂടി ഇട്ടിരുന്നത് 8 കോടി രൂപയാണ്. 8 കോടി 10 ലക്ഷം രൂപയാണ്. ഞാൻ 4 കോടി 10 ലക്ഷം രൂപയും അദ്ദേഹം 4 കോടി രൂപയുമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ബാക്കി കാശുകൾ മുഴുവൻ അവിടുന്ന് ഇവിടുന്നല്ലേ റേസ് ചെയ്തത്. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഫാരിസ് അബൂബക്കർ വരുന്ന സമയത്ത് ഇതിന്റെ ചെയർമാൻ ആയിരുന്നത് ഫ്രാൻസിസ് ക്ലീറ്റസ് ആയിരുന്നു. അല്ല, ഫ്രാൻസിസ് ക്ലീറ്റസിനോട് അദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ആ സമയത്ത് അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോട് പറയാതെ അദ്ദേഹത്തിന്റെ പൈസ കൊടുത്തുകൊണ്ടാണ്, അതിനകത്ത് അറക്കൽ പിതാവിന് ഒരു റോളുണ്ട്, അത് അദ്ദേഹത്തിനോട് ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തിന്റെ ഷെയർ എടുത്ത് ഫാരിസ് അബൂബക്കറിന് കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അലിഗേഷൻ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഫ്രാൻസിസ് ക്ലീറ്റസിന് ഷെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഷെയറും ഇല്ല. 2008 ജനുവരി 1 തീയതി മുതലാണ് ഞാൻ MD ആയി ചാർജ് എടുത്തത്. അതിനുശേഷം ജനുവരി അവസാനം കൂടിയ ആദ്യത്തെ ബോർഡ് മീറ്റിംഗിലാണ് ഫ്രാൻസിസ് ക്ലീറ്റസിനെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ 4 കോടി രൂപയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതും ആ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിലാണ്. പിന്നെ അങ്ങനെ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ ആ തീരുമാനമെടുത്തു. പിന്നെ 3-ാം മാസം കൂടിയ മാർച്ചിൽ കൂടിയ മീറ്റിങ്ങിലാണ് ജോണി കുരുള എന്ന് പറഞ്ഞ ഒരാൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഷെയർ എടുക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് ആ സമയത്ത് വിദേശ മലയാളികളായി ദ്വീപിലുണ്ട്. അപ്പൊ നിങ്ങൾ 3 പേരും കൂടിയാണ് ദീപിക പത്രം ഫാരിസ് അബൂബക്കറിന്റെ ഇടപാടുകളെല്ലാം സെറ്റിൽ ചെയ്ത് ദീപിക പത്രത്തിനെ തിരിച്ചെടുക്കുന്നത്. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചെടുക്കുന്നു. അതിന്റെ അങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട് അവിടെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരാരും രംഗത്തില്ല. ഞാനത് ചെയ്യുന്ന സമയത്ത് ജോണി കുരുളെ ഒന്നും എനിക്കറിയത്തില്ല. ആ സമയത്തൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല. അദ്ദേഹം ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ഫ്രാൻസിസ് ക്ലീറ്റസ് പൈസ തന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ മറ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും എൻ്റെ അറിവിലില്ല. അവിടെ ദീപികയില് എന്തോ അതിനു മുമ്പ് ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാനിവിടെ വന്ന് എൻ്റെ കൂട്ടത്തിൽ അവിടെ ചെയർമാനായി ഇരുന്ന സമയത്ത് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഏതാണ്ട് പാരീസുമായിട്ടുള്ള ഏർപ്പാടാണ്. പാരീസുമായിട്ട് അത് സെറ്റിൽ ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ വേറൊന്നും അറിയത്തില്ല. ഞാനവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ തന്നെയാണ് ഫ്രാൻസിസ് ക്ലീറ്റസിന് 4 കോടി രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുത്തത്. അത് സബ്ജക്ട് ടു കറക്ഷൻ ആണ് കേട്ടോ. അത് കാരണം അത് രണ്ടാമത് അദ്ദേഹം ഈ ചെയർമാനായിട്ട് വരുന്നത് നിങ്ങൾ വന്നതിന് ശേഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് ഫ്രാൻസിസ് ക്ലീറ്റസ് ഇതിന്റെ ചെയർമാൻ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. അത് നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഈ ഫാരിസ് അബൂബക്കർ ഇതിന്റെ വൈസ് ചെയർമാനായി വന്ന ആ ഒരു കാലഘട്ടം തൊട്ട് ഈ പത്രത്തിന്റെ അവസ്ഥ, അതായത് ഒരു സിറോ മലബാർ എന്നുള്ള ഒരു സംവിധാനം മാത്രമല്ല, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു മുഖപത്രമായി ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ സഹകരണത്തോടെ, വിശ്വാസികളുടെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്രത്തിന്റെ ഈ പ്രവർത്തനവും അതിന്റെ സബ്സ്ക്രിപ്ഷനും എല്ലാം താഴോട്ട് വന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയമായപ്പോൾ എനിക്ക് തോന്നുന്നു 3 ലക്ഷം വരെയും ഉയർന്ന ദീപികയുടെ കോപ്പി, അതായത് അത് ഏകദേശം 15,000-20,000 കോപ്പിയിലേക്ക് വരെ താഴ്ന്ന് ശരിക്കും അടിപടലം ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇതിന്റെ പടിയിറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ദീപികയുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്? ആ സമയത്ത് ഒരു അവസ്ഥ എന്തായിരുന്നു? ഞാനിത് ഏറ്റെടുത്തതിന് ശേഷം ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പിക്ചർ എനിക്ക് മനസ്സിലാകുന്നത്. ഞാനവിടെ ഏറ്റെടുത്ത് കയറി ചെല്ലുന്ന സമയത്ത് ദീപികയിൽ നമ്മൾ പറയല്ലേ, വീട്ടിൽ ഉപ്പ് വാങ്ങിക്കാനായിട്ട് ഉപ്പ് പോലും ഇല്ലായിരുന്നു, കഞ്ഞി കുടിക്കാൻ, അല്ലെങ്കിൽ കഞ്ഞോളം കുടിക്കാൻ ഉപ്പ് പോലും ഇല്ലായിരുന്നു, ഉപ്പുകലം പോലെ ആയി തീർന്നു എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഒന്നുമില്ല. ന്യൂസ് പ്രിന്റ് വാങ്ങിക്കണം സാറേ എന്ന് പറഞ്ഞ് ആദ്യം വരുന്നു. ഞാൻ വായി പൊളിച്ചു. മഷിയില്ല, ന്യൂസ് പ്രിന്റ് ഇല്ല എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ അവിടെ നോക്കിയപ്പോൾ വേറൊരാൾ അവിടെ ന്യൂസ് പ്രിന്റിന്റെ കാശ് വാങ്ങിക്കാനിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാ സംഭവം എന്നൊക്കെ ചോദിച്ച് അവിടെ ചെന്ന് ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അപ്പോഴ് എനിക്ക് മനസ്സിലായത് 12,000 പേപ്പറിന്റെ സബ്സ്ക്രൈബ്ഡ് പേപ്പർ 12,000, പ്രിന്റ് ചെയ്യുന്നത് 16,000. ഇത്രയുമാണ് അവിടെ നടക്കുന്നത്. ഒരു നയ പൈസ അവിടെ ഇല്ല. ഞാൻ ഇതെങ്ങനെ കൊണ്ടുനടക്കും? അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് തന്നെ പൈസ ഉണ്ടാക്കി ചെയ്യണം. ഞാനിത് ബോധം കെട്ടി വീഴാതിരുന്ന ഭാഗ്യമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറെ നേരം ഇരുന്ന് ഇവിടെ നിന്ന് ദൈവത്തെ വിളിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനും ചോദിച്ചത് എന്താ ചെയ്യുന്നത്? അപ്പൊ ഏതായാലും ന്യൂസ് പ്രിന്റുകാരനെ വിളിച്ചു. ന്യൂസ് പ്രിന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സാറ് പറയുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു.
ഇപ്പം എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഇല്ലല്ല, സാറ് പറഞ്ഞാൽ മതി, സാറിനെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, സാറ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ ന്യൂസ് പ്രിന്റ് കൊടുക്കാൻ പറഞ്ഞു, ന്യൂസ് പ്രിന്റ് കൊടുത്തു. മഷിക്കാരനെ വിളിച്ചു, അവനോട് പറഞ്ഞു മഷി കൊടുത്തേക്കാൻ പറഞ്ഞു. പൈസയുടെ ഒരു നിന്നോട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പൈസ കൊടുത്തേരാ, എന്നിട്ട് ബില്ല് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക ചെയ്ത്. അവിടെയെങ്കിലും ആരും ഒരു പൈസ ഇല്ലായിരുന്നു. പിന്നെ ഓരോ തരത്തിൽ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താണ് ഈ സ്ഥാപനം മുന്നോട്ട് നടത്തിയത്. ഞങ്ങളെല്ലാവരും കൂടി പ്രവർത്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 1,10,000 പേപ്പർ വരെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. ഒരു കൊല്ലം 1.5 വർഷം കൊണ്ട് ഞാൻ പോരുന്നത് അങ്ങനെയാണ്. അതിനുശേഷത്തെ കാര്യം പിന്നെ എനിക്കറിയാം, അതൊക്കെ പിന്നത്തെ അവസ്ഥ. അപ്പം അതായത് ഉപ്പുവെച്ച കലം പോലെ ആയിരുന്ന ദീപിക പത്രത്തിനെ 1,10,000 കോപ്പിയിലേക്ക് എത്തിച്ചിട്ടാണ് MD എന്നുള്ള സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ദീപികയിൽ നിന്ന് ഷെയർ ആയിരുന്നു, അതെങ്ങനെയാണ് തിരിച്ചു കിട്ടിയത്? ഞാനവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഷെയർ വേണ്ട, ഞാൻ MD സ്ഥാനം എപ്പം രാജിവെക്കുന്നു, 1 വർഷത്തെ സമയം പറഞ്ഞാണ് ഞാൻ പോയത്. 1 വർഷം കഴിഞ്ഞ് എനിക്ക് പൈസ തിരിച്ചു തരണം, ഞാൻ തിരിച്ചു പോരും, ആ 1 വർഷം കൊണ്ട് ഞാൻ ദീപിയെ നേരെയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ ഒരു 9 മാസം കൊണ്ട് ബ്രേക്ക് ഈവൻ ആക്കി എടുത്തു. അപ്പോൾ ബ്രേക്ക് ഈവൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചില പ്രത്യേക താല്പര്യമുള്ള ചിലവരുണ്ടായിരുന്നു അവിടെ. അത് പിന്നെ സഭയുടെ ആൾക്കാർ തന്നെയായിരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ അവരെ ആക്ഷേപിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പേര് പറയുന്നില്ല. അല്ല, അങ്ങനെ ഒരു പ്രചരണമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ മാനേജ്മെന്റ് പോളിസിയൊക്കെ വളരെ സക്സസ് ആയിരുന്നു, മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അച്ഛന്മാരുടെ ചായ കൂടിയും അല്ലെങ്കിൽ അവരുടെ ബില്ലുകൾ വരെയും കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു MD ഇവിടെ വേണോ എന്നുള്ളൊരു ചിന്ത അച്ഛന്മാർക്കിടയിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യത്തെ ഓർഡർ ഇട്ടത്, എനിക്ക് ദീപികയുടെ സാമ്പത്തികമായ തിരിമുറികളെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും MDയുടെ സിഗ്നേച്ചർ ഇല്ലാതെ ഒരു വോച്ചർ പോലും പേ ചെയ്ത് പോകരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു നയാ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നയാ പൈസ എന്നുള്ളത് ബാങ്കിൽ ഇട്ടോണം. അത് കഴിഞ്ഞിട്ട് ചെക്ക് എഴുതിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഓർഡറാണ് ആദ്യമേ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കാർക്കും എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഒരു പൈസ പോലും എടുക്കാൻ പറ്റിയില്ല. പലരും വന്ന് പൈസ വേണമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ സമയത്തൊക്കെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാനതിനെ എതിർക്കുകയുണ്ടായി. അത് കാരണം എന്നോട് അല്പം എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ എതിർപ്പുണ്ടെങ്കിലും അത് പിന്നെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ചിലവാകത്തില്ല. കാരണം പിതാവിന് എന്നെ അറിയാം, പിതാവിനോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞില്ല. പക്ഷെ ഇവർക്ക് ദീപികയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വന്നിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് തലവേദന കൂടി. ഞാനതിൻ്റെ കണക്കുകളെല്ലാം എടുത്തു വെച്ചാണ് പറഞ്ഞത്, ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്, ഇനി ഇത് നടത്തി കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടില്ല, ഞാനിനി പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞ് അത് കുറച്ചാളുടെ നിൽക്കാൻ പറഞ്ഞ്, അങ്ങനെയാണ് പിതാവ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ 5-6 മാസം കൂടെ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ 1.5 വർഷം എന്നുള്ളത്. 1 വർഷം ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ഇവിടുത്തെ ബിസിനസ് പുറകോട്ട് പോകുന്നു. അപ്പോൾ എനിക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു നിബന്ധന ഇതായിരുന്നു, ഒരു കാരണവശാലും എനിക്ക് ഷെയർ വേണ്ട, ഞാൻ പോരുന്ന സമയത്ത് എനിക്ക് എൻ്റെ പൈസ വേണം. ഈ 2 കണ്ടീഷനാണ്. ഷെയർ എടുക്കാൻ പറഞ്ഞ് 3 പ്രാവശ്യവും മറ്റോ തീരുമാനം എടുത്തിട്ടുണ്ട് ബോർഡിൽ, എനിക്ക് ചെയർ ഇഷ്യൂ ചെയ്യാൻ. അതുപോലെ തന്നെ ഫ്രാൻസിസ് ക്ലീറ്റസും ജോണിയൊക്കെ എന്നോട് ഷെയർ എടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. കാരണം അവരുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് അവർക്കൊരു സന്തോഷം ഞാനുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ നിന്നില്ല, ഞാൻ പൈസ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ഈ ദീപിക തിരിച്ച് ഈ സഭയുടെ കൈകളിലേക്ക് എത്തുന്നതിൽ നിമിത്തമായത് തങ്ങളാണ്. അതിൻ്റെ അകത്ത് PC ജോർജിനൊന്നും രാഷ്ട്രീയമായിട്ടുള്ള ചെറിയ ഗർവണം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ മുഖപത്രമായ ഒരു പത്രത്തിന്റെ അകത്ത് നടന്ന ഒരു പ്രവർത്തനങ്ങൾ, ഒത്തിരി കള്ളനാണയങ്ങൾ ഇതിന്റെ പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു. ദീപിക സഭയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് നമുക്കറിയാമല്ലോ. ആ വിട്ടുപോയ സമയത്ത് ദീപികയ്ക്ക് പറ്റിയിരുന്ന കാര്യം ഇതാണ്. ദീപികയുടെ എഡിറ്റോറിയൽ വന്നുകൊണ്ടിരുന്നത് AKG സെന്ററിൽ നിന്നാണ്. AKG സെന്ററിൽ നിന്ന് എഡിറ്റോറിയൽ വരാൻ വേണ്ടി അവിടെ പത്രം പ്രസിൽ പോകാതെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ അവസ്ഥ. അങ്ങനെ പിണറായി വിജയൻ്റെയും ഫാരിസ് അബൂബക്കറുടെയും കയ്യിൽ ഇത് ഒതുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ പത്രം തിരിച്ചു തരാനായിട്ട് യാതൊരു മനസ്സുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ പൈസ കൂട്ടി ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പൈസ കൂട്ടി ചോദിച്ച് ആളുകളെയും പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിതാക്കന്മാരുമായിട്ട് 3 പ്രാവശ്യം MOU സൈൻ ചെയ്തിരുന്നു. ആ 3 MOU തെറ്റായിപ്പോയി എന്ന് പാരീസ് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഓരോരോ മുടന്തൻ ന്യായങ്ങൾ വന്നിട്ട് അത് ഒന്നും ചെയ്യാതെ പോയിരുന്നു. അത് അത്രയ്ക്കും
അവർക്ക് ഈ പത്രം അവരുടെ കയ്യിൽ വേണമെന്നുള്ള താല്പര്യം, പിണറായി വിജയന് വേണമെന്നുള്ള താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ക്ലിമീസ് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ 3-ാം പ്രാവശ്യത്തെ സംസാരത്തിൽ ഫാദർ റോബിൻ വന്ന് പറഞ്ഞത് ഇനി നിങ്ങളോട് പാരീസ് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ വാക്ക് പാലിച്ചില്ല എന്ന് പറയുണ്ടായത്. പക്ഷേ ദീപികയുടെ അസറ്റുകളെല്ലാം കൊണ്ടുപോയത് എത്രമാത്രമെന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. കാരണം എറണാകുളത്തെ ആ കെട്ടിടവും പിന്നെ പ്രസ്സും പ്രിന്റിംഗ് പ്രസ്സും എല്ലാം കൊണ്ടുപോയത് കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. അതെല്ലാം വിറ്റ് അവർ കൊണ്ടുപോയത്. അത് എൻ്റെ അറിവനുസരിച്ച് പാരീസിൻ്റെ ബിനാമികളാണ് വാങ്ങിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെതിരായിട്ട് കോടതിക്ക് ചാക്കോച്ചമ്മലെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് പാരീസിൻ്റെ ഷെയർ ഒന്നും അന്ന് തിരിച്ചു തന്നിട്ടില്ല. ഡിസംബർ 31 ഞാൻ ഈ 16 കോടി രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് എറണാകുളത്തിരിക്കുകയാണ്. ഗിരിഗിരി പിതാവ് ഉണ്ട് അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ. പാരീസിന് ഇത് കിട്ടണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വരണം. രഞ്ജി പണിക്കരെയാണ് പാരീസിന്റെ പ്രതിനിധിയായിട്ട് എറണാകുളത്തേക്ക് വിട്ടിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് ലെറ്റർ വരണം, ഫാക്സ് ചെയ്ത് ഇവിടെ വരണം. എങ്കിലേ രഞ്ജി പണിക്കർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ എന്നെയാണെന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും ആലോചിച്ചു. എന്നോട് ഞാൻ പറഞ്ഞു എനിക്കിത് പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഷെയർ ഇന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, ഞാനത് കൈകാര്യം ചെയ്യാം, അതെനിക്ക് അറിയാം. ഒരു കാര്യം മതി, നിങ്ങളെ എല്ലാവരും ബോഡിയിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പോൾ പാരീസ് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും റെസിഗ്നേഷൻ കൊടുക്കുവാണ്, എല്ലാവരും റിസൈൻ ചെയ്യാൻ പറഞ്ഞു. രഞ്ജു പണിക്കർ ബോർഡിലുണ്ടായിരുന്നു, അയാളും റിസൈൻ ചെയ്തു, പാരീസ് റിസൈൻ ചെയ്തു, എല്ലാവരും റോബിനച്ചൻ റിസൈൻ ചെയ്തു, സകലൻ റിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ബോർഡ് തന്നു. ബോർഡ് കയ്യിൽ തരുന്ന സമയത്ത് ബോർഡ് കിട്ടി, 16 കോടി രൂപയും കൈമാറി. ബോർഡും ദീപികയുടെ ഭരണവും ഏറ്റെടുത്തു. ഷെയറൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ദീപികയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. അതായത് എല്ലാം പിന്നെ ഷെയറും എല്ലാം കിട്ടിക്കൊണ്ടല്ല. ആ ഷെയറൊക്കെ പോൾ ജോണിൻ്റെ കയ്യിലും പിന്നെ പാരീസിൻ്റെ കയ്യിലും ഒക്കെ ഇരിക്കുകയാണ്. ഞാൻ ഷെയർ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു പത്രത്തിന്റെ, അതായത് മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിന്റെ എത്രമാത്രം കള്ളക്കളികളാണ് ഇത് നടന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും ഫാരീസ് അബൂബക്കറും കൂടിയുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ മറ്റൊരു കഥകളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിവേ ഈ പത്രം സഭയുടെ നേതൃത്വത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിന്റ് ആയിട്ട് ഈ ഒരു പത്രം ഇപ്പോഴും നടന്നു പോകുന്നു എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് സഭയ്ക്ക് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പത്രം വേണം എന്നുള്ള വിശ്വാസികളുടെ തീവ്രമായ ആഗ്രഹമാണ് ഇപ്പോഴും അത് നടന്നു പോകാനുള്ള ഒരു കാരണം. എനിവേ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ച സുനിൽ ജോസഫ് കുഴാമലയ്ക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.